ഒരു സാറിനോടുള്ള ക്രഷിന് നിങ്ങളോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയോ? സ്റ്റോറി ടൈം. ഞാന് +1 +2 പഠിക്കുന്ന സമയത്ത് ട്യൂഷന് പോവായിരുന്നു. അവിടെ ഒരു കെമിസ്ട്രി സാർ ഉണ്ടായിരുന്നു. കേട്ടില്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ വേൾഡ് മനുഷ്യനൊക്കെ. പുള്ളി ക്ലാസ്സിലേക്ക് കയറി വരുമ്പോ ഒരു ഓറയുണ്ട് പുള്ളിക്കൊക്കെ. അധികം ഭയങ്കര പ്രായമുള്ള പുള്ളിയൊന്നും അല്ല. ആ സമയത്ത് ഒരു 28-30 വയസ്സുണ്ടാവും. ഊട്ടക്കത്ത ക്രഷായിരുന്നു എനിക്ക് പുള്ളിയോട്. പുള്ളിയുടെ സംസാരമൊക്കെ ഭയങ്കര ഭംഗിയാക്കിയിട്ടിരിക്കാൻ ഊട്ടിഞ്ഞ ക്രഷ്. ഓക്കെ, ഞാന് ഭയങ്കര മടിച്ച് പഠിക്കാൻ എന്നെ പോലെ മടിയുള്ള വേറൊരാള് മഷിയിട്ട് നോക്കിയാൽ കിട്ടൂല. ഞാൻ പുള്ളിയുടെ ക്ലാസ് ഇങ്ങനെ പുള്ളിനെ കാണാൻ വേണ്ടി പുള്ളിയുടെ ക്ലാസ് കറക്റ്റ് ആയിട്ട് പോകും കേട്ടോ. അങ്ങനെ പുള്ളി കെമിസ്ട്രി ടീച്ചർ. പിന്നെ +1 +2 അതിന്റെ കൂടെ എൻട്രൻസ് കോച്ചിങ്ങും കൂടെ അതിന്റെ കൂടെ നടക്കുന്നുണ്ട്. സോ ആ ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 സാധാരണ കോഴ്സിലെ നമ്മളെ സിലബസ് എടുത്തു പോകും. അതിന്റെ അഡ്വാൻസ്ഡ് ലെവലായിരുന്നു നമ്മളെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആറ്റംസ് ആയിരുന്നു പുള്ളി പഠിപ്പിക്കുന്ന ചാപ്റ്റർ. അതിന്റെ നോർമൽ സിലബസ് പുള്ളി തീർത്തും അതിന്റെ അഡ്വാൻസ്ഡ് ആ കോഴ്സും കൂടെ പുള്ളി തീർന്നു. എന്നിട്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞു, അതൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ പുള്ളി പറഞ്ഞു, ട്യൂസ്ഡേ ഞാൻ ഇതിന്റെ ഒരു ടെസ്റ്റ് ആണ്, അതായത് എൻട്രൻസ് ലെവൽ ടെസ്റ്റ്. ആ ടെസ്റ്റിനകത്ത് ഏറ്റവും മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഞാൻ ബിരിയാണി മേടിച്ചു തരും. ഓക്കെ, ആ സമയത്ത് എക്സാം 100. പുള്ളി പറഞ്ഞു, എനിക്കറിയാം ഇത് എത്ര ടഫായിരിക്കുന്നു. അപ്പുറത്തെ ക്ലാസ്സിൽ ഞാൻ ഇതേ എക്സാം നടത്തി ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് എന്തോ 49, ഹാഫ് ഓഫ് ദ മാർക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. സോ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കൊന്നും വേണ്ട, ബട്ട് ഐ വോണ്ട് യു ടു വർക്ക് ഓൺ ഇറ്റ്. ഇതാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞത്. ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് ബിരിയാണി കിട്ടും. പുള്ളി ഇത് പറഞ്ഞിട്ട് പോയി. എന്നെ ഒന്ന് അടിച്ചൊക്കെ പുള്ളിയോട് എനിക്ക് ബിരിയാണി വേണം. ഇറ്റ്സ് നോട്ട് ഫോർ ദ ബിരിയാണി, ബട്ട് ഇത് പുള്ളി വരുന്ന ബിരിയാണിയാണ്. പുള്ളിനെ ഇംപ്രസ് ചെയ്യാം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞാൻ പഠിക്കാൻ എത്രമാത്രം മടിയുള്ള ആളാണ്. ഞാൻ കുത്തിയിരുന്ന് പഠിക്കുന്നത് നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. നിങ്ങൾക്കൊരു കാര്യം അറിയാം, എന്റെ ചേച്ചി എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്റെ മുന്നത്തെ കൊല്ലം. സോ എന്റെ വീട്ടിൽ ഇങ്ങനെ വലിയ വലിയ കെട്ട് കണക്കിന് ബുക്സ് ഇരിക്കുന്നുണ്ട്, എൻട്രൻസ് കോച്ചിങ്ങിന്റെ ബുക്സ്. ആ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ശനി ഞായർ തിങ്കൾ ലിറ്ററലി ഞാൻ ഭക്ഷണം കഴിക്കാനല്ലാതെ ബുക്കിന്റെ മുമ്പ് എഴുന്നേറ്റ് പറ്റാവുന്ന അത്ര ആറ്റംസിന്റെ ചാപ്റ്റർ മാത്രം. ഓക്കെ, ആ ചാപ്റ്ററിന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോയിട്ടോ ഞാൻ. അപ്പൊ ക്ലാസ്സിൽ മൊത്തം നല്ല പഠിക്കുന്ന പിള്ളേരുണ്ട്, നല്ല കിടിലം പിള്ളേരുണ്ട്. അപ്പൊ അതിന് അവരെ കൂട്ടത്തിൽ ഈ ഫസ്റ്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കാണ്. ഓക്കെ, ആൻഡ് പുള്ളിനെ ഇംപ്രസ് ചെയ്യാം. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് എനിക്കുള്ളത്. എക്സാം നടത്തി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം പുള്ളി പേപ്പറും കൊണ്ടുവന്നു. ഐ മീൻ MCQ ആട്ടോ ഇത്. എല്ലാം ന്യൂമറിക്കൽസ്. ഇങ്ങനെ ഓരോരുത്തർക്കും മാർക്ക് നോക്കുന്നു, മാർക്ക് കൊച്ചത്തിൽ വിളിച്ചു പറയുന്നു, ആൻസർ ഷീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഞാൻ എന്റെ പേപ്പറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. എല്ലാവരുടെയും പേപ്പർ കൊടുത്തു. എന്റെ പേപ്പർ വരുന്നില്ല. എല്ലാരും കൊടുത്തു. ഒരൊറ്റ പേപ്പർ പുള്ളിയുടെ കയ്യിൽ ബാക്കി. പുള്ളിയ പേപ്പർ ഇങ്ങനെ ബാക്കി. ഞാൻ അറ്റത്തായിരിക്കുന്നത്. 4 റൗണ്ട്, ഞാനതിന്റെ 2ാമത്തെ റൗണ്ട് അറ്റത്തായിരിക്കുന്നത്. പുള്ളി സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു വന്നിട്ട് എടുത്ത് എന്നിട്ട് എന്റെ പേപ്പർ ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് എല്ലാരെയും പുള്ളി ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ ദൃശ്യയുടെ മാർക്ക് എത്രയാണ്? ഓക്കെ. സോ ഒരു ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ 96 മാർക്ക്, 100 ഈ ക്വസ്റ്റ്യൻ തെറ്റായത് 96 മാർക്ക്. എന്റെ മാർക്ക് എത്രയായിരുന്നു അറിയാം? ഒരു ക്വസ്റ്റ്യൻ എന്റെ തെറ്റിയത് 91 ഔട്ട് ഓഫ് 96 വട്ടവർ. ഒന്ന് ആദ്യം പുള്ളിയുടെ മനസ്സിൽ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പത്തെ ക്ലാസ്സിലെ കുട്ടിക്ക് 49 കിട്ടിയത്. പുള്ളിയുടെ ലിറ്ററലി പുള്ളി പേപ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കുട്ടി നീ അടുത്തൊന്നും കണ്ടിട്ടില്ല. ബിരിയാണിയൊന്നും തന്നില്ല. പക്ഷെ ആ ഒരു വാക്ക്, പുള്ളിയുടെ വായനുള്ള ആ ഒരു വാക്ക് ഞാനിപ്പോ ഉണ്ടല്ലോ, ഇപ്പോ ആ മൊമെന്റിനെ പറ്റി ആലോചിക്കുമ്പോ ഇങ്ങനെ കുളിര് പോരും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പീരിയോഡിക് ടേബിള് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മ ഇപ്പോഴും പറയും, നിന്റെ ലൈഫിൽ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീ പഠിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. 1 നവോദയയിലെ എൻട്രൻസ് എക്സാമിന്, 2 ഈ സാറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പഠിച്ച ഈ എക്സാമിന്, 3 ക്യാറ്റ് എക്സാമിന്. ഇതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു എക്സാമിന് ഞാൻ പഠിച്ചിട്ടില്ല. ഒരു ടീച്ചറിനോടുള്ള ക്രഷിന് നിങ്ങളെ വിചാരിക്കാൻ പറ്റാത്ത ഉയരങ്ങളിൽ എത്തിക്കാൻ പറ്റും. ഒരു